സാംസങ് ഗാലക്സി M53 5G ബോക്സിൻ്റെ ഉള്ളിൽ ഫോൺ, അതിനകത്ത് ടൈപ്പ് സി കേബിൾ, കുറച്ച് പേപ്പർ വർക്ക്, സിം എജക്ടർ ടൂൾ, ഇത്രേ ഉള്ളൂ. ഏകദേശം 1000 രൂപയ്ക്കാണ് ഞാൻ ഈ ചാർജർ മേടിച്ചത്. പക്ഷേ ഈ ഫോണിൻ്റെ കൂടെ ആക്സറി ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ 299 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. വേണ്ടവർ മേടിക്കുക. എന്നാലും ഇതിനകത്ത് കൊള്ളുമല്ലേ. 23,999 രൂപയ്ക്കാണ് ലോഞ്ച് പ്രൈസിന് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഏത് 6GB 128GB വേരിയൻറ്റ്, 8GB വേരിയൻറ്റും ലഭിക്കുന്നുണ്ട്. സോ മിസ്റ്റിക് ഗ്രീൻ കളറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. മിസ്റ്റിക് ഗ്രീൻ ഒരുമാതിരി ഒരു ഒരു അലുമിനിയം പോലെ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നുണ്ട്. മുകളിൽ നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ, റൈറ്റ് സൈഡിൽ വോളിയം ബ്രോക്കേഴ്സ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ്, AMOLED ആണ്, പേടിക്കേണ്ട. ഇനി താഴെ നിങ്ങൾക്കൊരു സ്പീക്കർ ഗ്രില്ല്, USB Type-C പോർട്ട്, മൈക്രോഫോൺ, ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഹൈബ്രിഡ് സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ബാക്ക് സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 4 ക്യാമറ ഒരേപോലെ ഉണ്ട് കാണാനായിട്ട്. പക്ഷേ പ്രൈമറി ക്യാമറ 108 മെഗാ പിക്സൽ സെൻസറാണ്. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ ബൊക്കെ ക്യാമറയും മാക്രോ ക്യാമറയും, ആൻഡ് ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും. സോ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ പറയുന്ന ഹൈപ്പിനുണ്ടോ? ഫോട്ടോസ് കണ്ടു നോക്കിയിട്ട് എനിക്ക് 108 മെഗാ പിക്സൽ ക്യാമറ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ് ഭയങ്കര ക്ലിയർ ആണ്, എന്നാൽ കുറച്ച് കൂൾ ടോൺ ഫോട്ടോസാണ്. M52 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വാം ടോൺ ഫോട്ടോസ് ആയിരുന്നു. ഇതിനകത്തെല്ലാം കുറച്ച് കൂൾ ടോൺ ആയിട്ട്, ഒരു ബ്ലൂയിഷ് ടോൺ ആയിട്ടുള്ള ഒരു ഫോട്ടോസാണ് വരുന്നത്. ബട്ട് ഫോട്ടോസിലൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. സാംസങ്ങിൻ്റെ ക്യാമറാസ് ഓൾവേസ് റിലയബിൾ ആണ്. നിങ്ങൾ ഫോട്ടോസിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു റിലയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ 4K 30 FPS വരെ എടുക്കാൻ പറ്റും. ആൻഡ് 60 FPS നമുക്ക് 1080pയിലും 720pയിലും ലഭിക്കുന്നുണ്ട്. 1080p 60 FPSൽ എടുക്കുന്ന വീഡിയോ ഏകദേശം ഇത്തരത്തിലായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളേഴ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡൈനാമിക് റേഞ്ചും പ്രോപ്പറാണ്, കളർ റീപ്രൊഡക്ഷൻ നല്ലതാണ്. ഈവൻ സ്കൈസ് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴും ഡയറക്റ്റ് സൺലൈറ്റ് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ ISO മാനേജ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ വീഡിയോഗ്രാഫിക്ക് ബാക്ക് ക്യാമറ വളരെ നല്ലതാണ്. ഇനി 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ക്യാമറയിലും ഇതേ കളർ സയൻസ് തന്നെയാണ് വരുന്നത്. രണ്ടാണ് പ്രൈമറി ക്യാമറയിലും ഇതിലും കളർ സയൻസിൽ യാതൊരു വ്യത്യാസമില്ല. പക്ഷേ റെസല്യൂഷനിൽ കുറച്ച് കുറവാണ്. 8 മെഗാ പിക്സൽ ഉള്ളൂ, മറ്റേത് 108 MP ഉണ്ട് എന്ന്. പിന്നെ മാക്രോ ക്യാമറ നിങ്ങൾക്ക് ഫോട്ടോസ് കാണാൻ പറ്റും, കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ 5 MP കൊടുക്കായിരുന്നു. പിന്നെ അതുപോലെ 2 മെഗാ പിക്സലിൻ്റെ ബൊക്കെ ക്യാമറ ഉണ്ട്. ഞാൻ ബൊക്കെ ഫോട്ടോസ് എടുക്കാൻ നോക്കി, ഒറ്റയ്ക്ക് ഉള്ളതെന്നുള്ളതുകൊണ്ട് ഫോൺ തിരിച്ച് പിടിച്ചൊക്കെ എടുത്ത് നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് എഡ്ജൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് 32 മെഗാ പിക്സലിലെ ഫ്രണ്ട് സെൽഫി ഷൂട്ടറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട് സെൽഫി ഷൂട്ടർ. ആ ഒരു കളർ റീപ്രൊഡക്ഷൻ ഞാൻ പല ആംഗിളിൽ നിന്ന് പല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി. എന്നാൽ പോലും എല്ലാത്തിലും എന്നെ പ്രോപ്പറായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പോർട്രേറ്റ് മോഡുകളിൽ മുടി ഈ ലേശയോട് കുറച്ച് പൊങ്ങിയിരിക്കേണ്ട കൂടി കണ്ടില്ലേ, അത് മാത്രം അങ്ങ് ശരിയാവുന്നില്ല. പക്ഷേ ബാക്കിയുള്ള എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി വീഡിയോഗ്രാഫിയിൽ ഫ്രണ്ടിലും ഇതേപോലെ 4K 30 FPS വരെ എടുക്കാനായിട്ട് പറ്റും. 1080p 60 FPS വരെ എടുക്കാൻ പറ്റും. സംസാരിക്കും, ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചു തരാം. സാംസങ് ഗാലക്സി M53യുടെ ഫ്രണ്ട് ക്യാമറയിലൂടെയാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. 1080p 60 FPSലാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലുള്ള മൈക്രോഫോണിൽ തന്നെയാണ് വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും വെയിൽ ഡയറക്റ്റായിട്ട് മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്, ഓവർ എക്സ്പോസ്ഡ് ആക്കുന്നില്ല. ആൻഡ് ഇനി വെയിൽ ബാക്കിൽ നിന്ന് വരുന്ന സമയത്തും ഡൈനാമിക് റേഞ്ച് നല്ലപോലെ കൺട്രോൾ ആവുന്നുണ്ട്. സോ ഫ്രണ്ട് ക്യാമറ ഡീസൻറ്റ്. സോ ഞാൻ ആർട്ടിസ്റ്റിക് ഫോട്ടോസ് എടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഫോട്ടോ എനിക്ക് വളരെ നല്ലൊരു ആംഗിൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫോട്ടോ ലേശം ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. പക്ഷേ ഇതിനകത്ത് ഫോട്ടോ റീമാസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബിഫോർ ആൻഡ് ആഫ്റ്റർ. റീമാസ്റ്റർ വഴി നമുക്ക് ലേശം ബ്ലറായി പോയ ഫോട്ടോസൊക്കെ തിരിച്ച് പഴയ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ അത് ഈ ഫോട്ടോ ഞാൻ നല്ല രീതിയിൽ സെൽഫി എടുത്താണ്. പുറകിലൊരു സ്കൂട്ടർ കൊണ്ട് ആരോ പാർക്ക് ചെയ്തു. എനിക്ക് സ്കൂട്ടർ എടുത്ത് കളയണമെങ്കിൽ ജസ്റ്റ് ഒബ്ജക്റ്റ് എറേസർ ഓപ്ഷനിൽ പോവുക, സ്കൂട്ടറിന് ഒരു വട്ടം ഇടുക, അതിനുശേഷം ടടാ സ്കൂട്ടറും പോയി. ഓക്കെ, ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ സ്ക്രീൻ. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ആയിട്ടുള്ള 120 Hz റിഫ്രഷ് റേറ്റുള്ള സൂപ്പർ AMOLED പ്ലസ് സ്ക്രീൻ. സൂപ്പർ AMOLED പ്ലസ് സാധാ സൂപ്പർ AMOLEഡിൻ്റെ കാര്യം 30% തിന്നർ പാനലാണ്. ആൻഡ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഏകദേശം 800 nits വരെയും ഔട്ട് സൈഡിൽ വരുന്നുണ്ട്. ഔട്ട് സൈഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് കൺട്രോൾ ആകുമ്പോൾ നമുക്ക് ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പ്ലസ് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. ഇനി അതേപോലെ യൂട്യൂബിൽ വീഡിയോസ് നിങ്ങൾക്ക് 4K റെസല്യൂഷനിൽ കാണാൻ പറ്റും. HDR യൂട്യൂബിൽ ഞാൻ കണ്ടില്ല. ഇനി കമ്മിങ് ടു പെർഫോമൻസ്, ഏറ്റവും വലിയൊരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത് ഇതിനകത്ത് Dimensity 900 പ്രോസറാണ് വെച്ചിരിക്കുന്നത്. Dimensity 900 പ്രോസർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രോസർ ഡേ ടു ഡേ ടാസ്കൊക്കെ പക്കയാണ്, ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ പ്രോസസ്സർ വൈസ് ചില ഗെയിമുകൾക്കൊക്കെ ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി പോലത്തെ ഗെയിമുകൾക്ക് ഒപ്റ്റിമൈസ്ഡ് അല്ല. കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഫ്രെയിം റേറ്റ് കളിക്കണമെങ്കിൽ ലോ ഗ്രാഫിക്സിലിട്ടാലേ പറ്റുള്ളൂ. ഹയർ ഗ്രാഫിക്സിലിട്ട് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ ഒപ്റ്റിമൈസേഷൻ ഇല്ല, ആ ഒരു പ്രോസറിനായിട്ടില്ല എന്നുള്ളതുകൊണ്ട് PUBG അത്യാവശ്യം
അത്യാവശ്യം കുഴപ്പമില്ലാതെ BGMI കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒപ്റ്റിമൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷേ നോർമൽ യൂസിന് ഈ പ്രോസർ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു Antutu സ്കോർ ഉള്ളൊരു പ്രോസർ തന്നെയാണ്. ബട്ട് സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ ഡെഫിനറ്റ്ലി സ്നാപ്ഡ്രാഗൺ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഡേ ടു ഡേ ടാസ്കിന് ഇത് കൊള്ളാം. എന്നാൽ ഒപ്റ്റിമൈസ് ചെയ്ത ഗെയിമുകളൊക്കെ പ്രോപ്പറായിട്ട് കളിക്കാനായിട്ട് ഇതിനകത്ത് വേപ്പർ കൂളിംഗ് ടെക്നോളജി ഉണ്ട്. പിന്നെ ഇതിനകത്ത് 6GB റാമും അതേപോലെ റാം പ്ലസ് ഓപ്ഷൻ ഉണ്ട്. 6GB റാമിൻ്റെ ഫോണിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 6GB റാം ആഡ് ചെയ്യാൻ പറ്റും. 8GB റാമിൻ്റെ ഫോണിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 8GB ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇന്റേണൽ മെമ്മറിയിൽ നിന്ന്. ഇനി സോഫ്റ്റ്വെയർ വൈസ് ആൻഡ്രോയിഡ് 12 വരുന്നത് 1UI 4.1 പ്രോപ്പർ 1UI 4.1 വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഗ്രേഡ്സ് ആൻഡ്രോയിഡ് 14 വരെയും കിട്ടും. ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടും. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഈ കുട്ടി സാധനം നമ്മുടെ ബോക്സിനകത്തില്ല. ഇത് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ 299 rupees മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. എന്നാലും മറ്റ് പ്രമുഖ ചാനൽ പോലെ നമ്മുടെ ചാനൽ അൺബോക്സിങ്ങിന് അത്രത്തോളം വ്യൂവർഷിപ്പ് കിട്ടില്ല എന്നറിയാം. പക്ഷേ എന്നാലും ആ ചാനലുകളിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്താം. വേണ്ടവർ കണ്ടോട്ടെ. സോ ഈ ഫോൺ ലുക്കിലും ഫിനിഷിലൊക്കെ മാസമാണ്. പക്ഷേ നിങ്ങൾ മേടിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തേത് ഫിംഗർ പ്രിൻറ്റുകൾ ഇതിനകത്തേക്ക് പതിയും. മാറ്റ് ഫിനിഷ് ആണെങ്കിലും ചെറിയ രീതിയിൽ ഫിംഗർ പ്രിൻറ്റ്സ് ഇതിനകത്ത് പതിയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ M52 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ M53യിൽ Dimensity 900 പ്രോസറാണ് വന്നിരിക്കുന്നത്. സോ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു Dimensity 900 എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും ഗെയിംസ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്. മൂന്നാമത്തത് M സീരീസ് ഫോണാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു 3.5mm ജാക്കിൻ്റെ കുറവ് കാണുന്നുണ്ട്. അതുപോലെ സെക്യൂരിറ്റി വൈസ് ഇതിനകത്ത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ ഫാസ്റ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വേഗതയിലൊന്നും കുറവൊന്നുമില്ല. പക്ഷേ ഈ ഒരു സാധനം AMOLED സ്ക്രീൻ ആയതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഒരു മോഡേൺ ആയതിനെ. എന്തായാലും സൈഡ് മൗണ്ടഡ് മോശമൊന്നുമല്ല. ഇൻ ഡിസ്പ്ലേനെല്ലാം കുറച്ചുകൂടെ സെക്യൂർ ഒക്കെ തന്നെയാണ്. ബട്ട് ഇൻ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ആ ഒരു ഇനി അതുപോലെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 120 Hz 60 Hz ആണ്. മറ്റ് രണ്ടെണ്ണം അഡാപ്റ്റീവ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിൽ വലിയൊരു സ്പീക്കർ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. താഴെയും സ്പീക്കർ ഗ്രില്ലുണ്ട്. സോ സ്റ്റീരിയോ സ്പീക്കർ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ബട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല, മോണോ സ്പീക്കറാണ്. താഴെയുള്ള ഡൗൺ ഫയറിംഗ് സ്പീക്കർ മാത്രമേ ഉള്ളൂ. സോ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ഒരു ലൗഡ്നെസ് നിങ്ങൾക്ക് ഇതിൽ കുറവായിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ 8 MP ഉള്ളൂ. 12 MP അൾട്രാ വൈഡ് ആയിരുന്നു M52 ഉണ്ടായിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 108 MP ക്യാമറ പ്രൈമറി തന്നുകൊണ്ട് 8 MP ആക്കി ഇത് കുറച്ചിട്ടുണ്ട് എന്ന് മാത്രം. എന്നാൽ 8 MP ആക്കി അത് കുറച്ചെങ്കിലും ബാക്കിയുള്ളത് 2 ആക്കി മാക്രോ 5 ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തായാലും 5 ആയാലും 2 ആയാലും മാക്രോ ഉപയോഗിക്കുന്നവർ കുറവാണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ പറയണമല്ലോ. ആൻഡ് ഫൈനലി ഇതിനകത്ത് നിങ്ങൾക്ക് സാംസങ് പേയിൻ്റെ മിനി വെർഷനാണ് ലഭിക്കുന്നത്. സാംസങ് പേ മിനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് UPI ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാർഡുകൾ ആഡ് ചെയ്ത് NFC ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റില്ല. സോ സാംസങ് പേ മിനിയാണ് ഇതിനകത്തുള്ളത്. സോ 23,999 രൂപ കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ വെച്ച് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തിട്ട് ഈ ഫോൺ പർച്ചേസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം നേരമൊന്നും ആയിട്ടില്ല കേട്ടോ. മാക്സിമം 24 മണിക്കൂറേ ആയിട്ടുള്ളതുകൊണ്ട് ഇൻ ഡെപ്ത് ആയിട്ട് എനിക്ക് ഈ വീഡിയോയിലൊന്നും പറയാനായിട്ട് പറ്റില്ല. സോ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്, കൺസിഡർ അക്കോർഡിംഗ് ടു ദാറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.